അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത്. വാട്സപ്പിൽ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിൻ്റെ അഖീദയിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പോയാലോ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അദ്ദറസുൽ അവൽ, പാഠം 1, അൽ അഖീദത്തുൽ ഇസ്ലാമിയ. ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മാഹിയ അൽ അഖീദത്തുൽ ഇസ്ലാമിയ. ഇസ്ലാമിക വിശ്വാസം എന്നാൽ എന്താണ്? അൽ അഖീദത്തുൽ ഇസ്ലാമിയത്തു ഹിയ അൽ ഉമൂറുല്ലത്തി യജിബു അൻ യഅ്തഖിദഹ അഹ്ലുൽ ഇസ്ലാമി വയജ്സിമൂന ബിസിഹ്ഹതിഹ. എന്താണ് അർത്ഥം? ഇസ്ലാമിൻ്റെ വക്താക്കൾ വിശ്വസിക്കൽ നിർബന്ധമായതും അത് ശരിയാണെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിക വിശ്വാസം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാ ഹുവ അസ്ലുൽ ഈമാൻ. എന്താണ് ഈമാനിൻ്റെ അടിസ്ഥാനം? വ അസ്ലുൽ ഈമാനി തൗഹീദുല്ലാഹി സുബ്ഹാനഹു വ തആല ഫി ദാതിഹി വ സിഫാതിഹി വ അഫ്ആലിഹി. സത്തയിലും ഗുണവിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു തആലയെ ഏകനാക്കലാകുന്നു ഈമാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കമ്മിൽ, പൂരിപ്പിക്കുക. വകാന അസാസു ദഅവതിഹിം ഡാഷ്. കാന അസാസു ദഅവതിഹിം അത്തൗഹീദ്. 2. വഹാദിഹിൽ അഖീദത്തു സ്വഹീഹത്തു മഅറൂഫത്തുൻ ബി ഡാഷ്. ഹാദിഹിൽ അഖീദത്തു സ്വഹീഹത്തു മഅറൂഫത്തുൻ ബി അഖീദത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അടുത്തത് വൽ ബിദ്അത്തു ഡാഷ്. വൽ ബിദ്അത്തു കബീറത്തുൻ. ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദറസുസാനി, പാഠം 2, ഹൽ മൻ ഖാലിഖിൻ ഗൈറുല്ലാഹി. ചോദ്യത്തിലേക്ക് പോകാം. ഹൽ യൂജദു ഷൈഉൻ മിൻ ഗൈരി മൂജിദിൻ. ഒരു നിർമ്മാതാവിനെ കൂടാതെ ഒരു വസ്തു ഉണ്ടാകുമോ? ല, ഇല്ല. ലൈസ ഹുവ ബിമുംകിനിൻ, അത് സാധ്യമല്ല. അടുത്തത് മൻ ഔജദൽ ആലം. ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? ആരാണ്? ഹുവല്ലാഹു ഖാലിഖുൽ വാഹിദ്, അത് അല്ലാഹു തആലയാണ്. അടുത്തത് മാ ഹുവ അദ്ദലീലു അലാ വുജൂദിൽ ഖാലിഖ്. ഒരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ്? അദ്ദലീലു അലാ വുജൂദിൽ ഖാലിഖി വുജൂദ് ഹാദിഹിൽ മഖ്ലൂഖാത്ത്. എന്താണ് തെളിവ്? ഈ സൃഷ്ടികളെല്ലാം ഉണ്ടായി, അതാണ് തെളിവ്. സൃഷ്ടാവില്ലാതെ സൃഷ്ടി ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സൃഷ്ടാവ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? സൃഷ്ടികളുണ്ടല്ലോ, അപ്പോൾ സൃഷ്ടാവും ഉണ്ട്. അടുത്തത് കമ്മിൽ, പൂരിപ്പിക്കുക. വലൈസലിൽ അലമി ഖാലിഖുൻ ഡാഷ്. വലൈസലിൽ അലമി ഖാലിഖുൻ സിവല്ലാ. അടുത്തത് വലാ യുജവ്വിസുൽ അഖ്ലു വുജൂദ ഷൈഇൻ ഹാദിസിൻ ബിദൂനി ഡാഷ്. ലാ യുജവ്വിസുൽ അഖ്ലു വുജൂദ ഷൈഇൻ ഹാദിസിൻ ബിദൂനി സ്വാനിഇൻ വാജിബിൽ വുജൂദ്. അടുത്തത് ഉക്തുബ് അൽ മഅന, അർത്ഥം എഴുതുക. അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹി ബിസ്തീഖാനി ഖാലിഖുൻ അല്ലാഹു റാസിഖുന ഖാലിൻ ലിഹാജാതി മൻ ത്വലബ. മനുഷ്യൻ്റെ മേൽ നിർബന്ധമായതിൽ ആദ്യത്തേത് ഉറപ്പിച്ച് അറിയലാകുന്നു. ആരെ? അള്ളാഹുവിനെ. നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു ആകുന്നു. അവൻ നമുക്ക് ഭക്ഷണം നൽകുന്നവനുമാണ്, തേടുന്നവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനുമാണ്. ഇതാണ് നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോയാലോ. അദ്ദറസു സാലിസു, പാഠം 3, കൈഫ നുഅ്മിനു ബില്ലാഹി തആല. അല്ലാഹു തആലയെ കൊണ്ട് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഒന്നാമത്തേത് കൈഫ നുഅ്മിനു ബില്ലാഹി തആല ഇജ്മാലൻ. അല്ലാഹു തആലയെ കൊണ്ട് നാം മൊത്തത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്?
അൽ ഈമാനു ബില്ലാഹി തആല ഇജ്മാലൻ ഹുവ അൻ നഅ്തഖിദ അന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തസിഫുൻ ബിജമീഇ സിഫാത്തിൽ കമാലി വ മുനസ്സത്തുൻ അൻ ജമീഇ സിഫാത്തിൻ നുഖ്സാൻ. നിശ്ചയമായും അല്ലാഹു തആല സമ്പൂർണ്ണമായ മുഴുവൻ വിശേഷണങ്ങളെ കൊണ്ടും വിശേഷണം പറയപ്പെട്ടവനും ന്യൂനതകളുള്ള എല്ലാ വിശേഷണങ്ങളെ തൊട്ടും പരിശുദ്ധനുമാകുന്നു. അടുത്തത് കം സിഫത്തൻ തജിബു ഫി ഹഖ്ഖിഹി തആല. അല്ലാഹു തആലയുടെ ഹഖിൽ വാജിബായ എത്ര സിഫത്തുകളുണ്ട്? 20 സിഫത്തൻ വഹിയ സിഫാത്തുല്ലാഹിൽ വാജിബ്. എത്ര സിഫത്താണ്? 20 സിഫത്ത് അല്ലേ. അടുത്തത് ഉക്തുബ് അൽ അളുദാദ്. അളുദാദ് എന്ന് വെച്ചാൽ എന്താണ്? വിപരീത പദം എഴുതുക. വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും ഉണ്ടല്ലേ. വാജിബായ സിഫത്തുകളുടെ ഓപ്പോസിറ്റാണ് മുസ്തഹീലായ സിഫത്തുകൾ. വാജിബായ സിഫത്ത് എന്ന് വെച്ചാൽ ഉറപ്പായും അല്ലാഹു തആലയ്ക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. മുസ്തഹീലായ സിഫത്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ നേർ വിപരീതമാണ്, ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നോക്ക്, അൽ ഖിയാമും ബിനഫ്സിഹി, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? ഇഹ്തിയാജ്. അടുത്തത് അൽ വഹ്ദാനിയത്ത്, തഅദ്ദുദ്. അൽ ബഖാ, ഫനാ. ഖാദിർ കൗനുഹു ആജിസൻ. മുരീദ് കൗനുഹു കാരിഹൻ. മുത്തകല്ലിം കൗനുഹു അബ്കം. സമീഉൻ കൗനുഹു അസമ്മ. അപ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ് മനസ്സിലായല്ലോ. ഇനി നോക്ക്, മയ്യിസ് സിഫാത്തുൽ വാജിബത്ത വൽ മുസ്തഹീല. സിഫത്തുൽ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും തന്നിട്ടുണ്ട്. ഇത് തരംതിരിക്കാനാണ് പറയുന്നത്. മയ്യിസ് എന്ന് വെച്ചാൽ തരംതിരിക്കുക. അടുത്തത് നോക്കി, ഖിദം. ഖിദം ഏതിലാണ് വരുന്നത്? വാജിബായ സിഫത്തിലാണ് വരുന്നത് അല്ലേ. അടുത്തത് ഫനാ. ഫനാ മുസ്തഹീലായ സിഫത്ത്. അടുത്തത് മുമാസലത്തുൽ ഹവാദിസി, അതെന്താണ്? വാജിബാണ്. അടുത്തത് കൗനുഹു കാരിഹൻ, അതെന്താണ്? മുസ്തഹീലായ സിഫത്താണ്. കൗനുഹു ഖാദിറൻ വാജിബായ സിഫത്താണ്. അത്തഅദ്ദുദ് മുസ്തഹീൽ. ഹയാത്ത് വാജിബ്. ബസർ വാജിബ്. അസ്സമം മുസ്തഹീൽ. കൗനുഹു മുത്തകല്ലിമൻ വാജിബ്. അപ്പോൾ തരംതിരിക്കാൻ മനസ്സിലായല്ലേ എങ്ങനെയാണെന്ന്? 2 കോളത്തിലായിട്ട് ഓരോ കോളത്തിനും ഹെഡിങ് കൊടുക്കുക, വാജിബെന്നും മുസ്തഹീലെന്നും. എന്നിട്ട് ഓരോ കോളത്തിലായിട്ട് ഇത് എഴുതുക. ഇനി നമുക്ക് 4ാമത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദറസുർ റാബിഉ ഫഅാലുൻ ലിമാ യുരീദ്. ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവൻ. ചോദ്യത്തിലേക്ക് പോകാം. 1. മൻ ഖലഖ കുല്ല ഷൈഇൻ. ആരാണ് എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത്? ആരാണ്? അല്ലാഹു തആല. അടുത്തത് മൻ ഖദ്ദറ കുല്ല അംരിൻ. എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് ആരാണ്? അല്ലാഹു തആല. അടുത്തത് ഹൽ യജിബു അലല്ലാഹി തആല ഷൈഉൻ. അല്ലാഹു തആലയുടെ മേൽ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അല്ലാഹു തആലയുടെ മേൽ നിർബന്ധമുണ്ടോ? ലാ, ഇല്ല അല്ലേ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ട വല്ല കാര്യമുണ്ടോ അല്ലാഹുവിന്? ഒരാവശ്യവും ഇല്ലല്ലേ. പക്ഷേ അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹു തആല തരുന്നത്. അടുത്തത് മാദാ യജൂസു ഫി ഹഖ്ഖിഹി തആല. അല്ലാഹു തആലയുടെ ഹഖിൽ ജായിസായ സിഫത്തേതാണ്? ഫയജൂസു ഫി ഹഖ്ഖിഹി തആല ഫഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. എന്താ? റബ്ബിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. അടുത്തത് കമ്മൽ, പൂരിപ്പിക്കുക. യുഅ്തി അൽ ഖൈറ ഡാഷ് വയുഅ്തി ഡാഷ് ലിമൻ യശാ. യുഅ്തി അൽ ഖൈറ ലിമൻ യശാ വയുഅ്തി അശ്ശർറ ലിമൻ യശാ. അടുത്തത് വജായിസുൻ ഡാഷ് ഡാഷ് കഫഇലിഹി. വജായിസുൻ ബിഫളിലിഹി വഅദ്ലിഹി തർക്കുൻ ലികുല്ലി മുംകിൻ കഫഇലിഹി. അപ്പോൾ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസുൽ ഖാമിസു, പാഠം 5. കൈഫ തഅ്തഖിദു ബിസിഫാത്തില്ലാഹി തആല. അല്ലാഹു തആലയുടെ സിഫത്തുകളെ കൊണ്ട് നാം എങ്ങനെ വിശ്വസിക്കണം?
ബയ്യിൻ കൈഫ നഅ്തഖിദു ബിസിഫാത്തി താലിയ. താഴെ തന്നിട്ടുള്ള സിഫത്തുകളെക്കുറിച്ച് വിശദീകരിക്കാൻ. അൽ വുജൂദ്, മുഖാലഫത്തുൽ ലിൽ ഹവാദിസി, ഖിയാമുൻ ബിൻ നഫ്സി, അൽ ഖിദം, അൽ ഇറാദത്ത്. ഓരോന്നും നോക്കാം, നമുക്ക് ഓർഡറിൽ നോക്കാമേ. ഫസ്റ്റ് അൽ വുജൂദ്. യജിബു അൻ നഅ്തഖിദ അന്നല്ലാഹ സുബ്ഹാനഹു വതആല മൗജൂദുൻ വഅന്ന വുജൂദഹു ബിദാത്തിഹി ലൈസ ബിവാസിതത്തി ഷൈഇൻ വഅന്ന വുജൂദഹു വാജിബുൻ ലാ യുംകിനു അൻ യൽഹഖഹു അദ്മുൻ. എന്താണ് അർത്ഥമാക്കുന്നത്? തീർച്ചയായും അല്ലാഹു തആല ഉള്ളവനാകുന്നു. അവൻ്റെ ദാത്ത് കൊണ്ടുള്ള, അതായത് അവൻ്റെ സത്ത കൊണ്ടുള്ള വുജൂദ് ഒരു വസ്തുവിൻ്റെയും മാധ്യമത്തോടു കൂടിയല്ല. അവൻ്റെ വുജൂദ് വാജിബാകുന്നു. അതിനോട് ഇല്ലായ്മ ചേരൽ സാധ്യമല്ല എന്ന് നാം വിശ്വസിക്കൽ നിർബന്ധമാണ്. അതായത് അള്ളാഹു ഉള്ളവനാണ്. നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. കാണാൻ പറ്റില്ല എന്ന് കരുതി ഇല്ല എന്നല്ല അർത്ഥം. അള്ളാഹു തആല ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് വുജൂദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നോക്ക്. അൽ ഖിദം ഹുവ അൻ നഅ്തഖിദ അന്നല്ലാഹ ഖദീമുൻ ലൈസ ലിവുജൂദിഹി ഇബ്തിദാഉൻ വഅന്നഹു മൗജൂദുൻ ഖബല കുല്ലി ഷൈഇൻ വലം യകുൻ മഅ്ദൂമൻ ഫീ വഖ്തിൻ മിനൽ ഔഖാത്ത്. നിശ്ചയമായിട്ടും അല്ലാഹു തആല പണ്ടേയുള്ളവനാണ്. അവൻ ഉണ്ടായതിന് ആദ്യമില്ല. എല്ലാ വസ്തുക്കൾക്കും മുമ്പേ ഉണ്ടായവനാണ് അവൻ. ഒരു സമയത്തും ഇല്ലായ്മ അവന് ഉണ്ടാവുകയില്ല എന്ന് നാം വിശ്വസിക്കണം. എന്ന് വെച്ചാൽ അല്ലാഹു തആലയ്ക്ക് ജനനമോ മരണമോ ഇല്ല. അല്ലാഹു തആല ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അതായത് ഒരു വസ്തു അതായത് ഒരു വസ്തുവിനെ സൃഷ്ടിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആദ്യം, അത് നശിച്ചു പോകുമ്പം അതിൻ്റെ അന്ത്യവും. അതിനർത്ഥം എന്താ? അല്ലാഹു തആലയ്ക്ക് നാശമില്ല. അല്ലാഹു തആല എന്നും നിലനിൽക്കുന്നവനാണ്. അവന് ആദ്യവുമില്ല അന്ത്യവുമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് നോക്ക്. അൽ ബഖാ ചോദിച്ചിട്ടില്ല. അടുത്തത് അൽ മുഖാലഫത്തുൽ ലിൽ ഹവാദിസിയാണ് ചോദിച്ചിരിക്കുന്നത്. വഹിയ അന്നല്ലാഹ തആല ലാ യുശാബിഹുഹു ഷൈഉൻ വലാ യുശാബിഹു ഷൈഅൻ ലാ ഫീ ദാതിഹി വലാ ഫീ സിഫാതിഹി വലാ ഫിൽ അഫ്ആലിഹി. നിശ്ചയമായും അല്ലാഹു തആലയോട് ഒരു വസ്തുവിനും സാദൃശ്യമുണ്ടാവുകയില്ല. ഒരു വസ്തുവിനോടും അവൻ സാദൃശ്യം വെക്കുകയുമില്ല. അവൻ്റെ ദാത്തിലും സിഫത്തുകളിലും, അതായത് അവൻ്റെ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും സാദൃശ്യമാവുകയില്ല എന്ന് നാം വിശ്വസിക്കണം. അതായത് ഒന്നിനെയും കണ്ട് നമുക്ക് സാദൃശ്യപ്പെടുത്താൻ കഴിയില്ല അല്ലാഹുവിനെ. അല്ലാഹുവിൻ്റെ രൂപം നമുക്ക് ഒന്നിനോടും സാദൃശ്യപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ സ്വഭാവം നമുക്കൊന്നിനോടും സാദൃശ്യപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഒന്നിനോടും സാദൃശ്യം വെക്കാൻ കഴിയില്ല. മനസ്സിലായോ? അടുത്തത് നോക്ക്. അൽ ഖിയാമു ബിൻ നഫ്സി വഹുവ അന്നല്ലാഹ തആല ലാ യഹ്താജു ഇലാ ഷൈഇൻ മിനൽ അഷ്യാഇ വഹുവ അൽ ഗനിയ്യു അൻ കുല്ലി ഷൈഇ വകുല്ലു ഷൈഇൻ മുഹ്താജു ഇലൈഹി സുബ്ഹാനഹു വതആല. നിശ്ചയമായും അല്ലാഹു തആല ഒരു വസ്തുവിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അവൻ എല്ലാ വസ്തുക്കളെ തൊട്ടും നിരാശ്രയനാണ്. എല്ലാ വസ്തുക്കളും അവനിലേക്ക് ആവശ്യമുള്ളവയാകുന്നു. അതായത് നമുക്കിപ്പം എഴുതണം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്താ വേണം? പേനയോ പെൻസിലോ വേണം, അല്ലേ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം, അതിനെന്താ വേണം? നമുക്ക് കാലുകൾ വേണം, അല്ലേ? നടക്കാനും ഒക്കെ കാലുകൾ വേണം. നമുക്കൊന്ന് എന്തെങ്കിലും ഒരു ആഹാരം ചവയ്ക്കണമെങ്കിൽ എന്താ? പിന്നെ പറഞ്ഞത് കണക്ക് നമുക്ക് പല്ല് വേണം, അല്ലേ? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണണം, എന്ത് വേണം നമുക്കതിന്? കണ്ണ് വേണം, അല്ലേ? കണ്ണുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അല്ലാഹു തആലയ്ക്ക് ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. കണ്ണുകൾ കൂടാതെ കാണുകയും ചെവികൾ കൂടാതെ കേൾക്കുകയും നാവ് കൂടാതെ സംസാരിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു, അല്ലേ? അല്ലാഹു തആലയ്ക്ക് ഒരു വസ്തുവിനോടും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എല്ലാ വസ്തുക്കളും അല്ലാഹു തആലയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. റബ്ബ് കണ്ണ് തന്നില്ല, കാഴ്ച തന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ? പിന്നെ നമുക്ക്
കാണാൻ പറ്റത്തില്ല അല്ലേ? ഇനി അള്ളാഹു ചെവി തന്നില്ലായിരുന്നു, കേൾവി ശക്തി തന്നില്ലായിരുന്നെങ്കിൽ കേൾക്കാൻ പറ്റുമോ? പറ. ആ, അള്ളാഹു തആല നാവ് തന്നില്ലായിരുന്നെങ്കിൽ പറയാൻ പറ്റുമോ? എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ആ, അപ്പോൾ നമ്മൾ അള്ളാഹുവിൽ ആശ്രയിച്ചിരിക്കുന്നു, പക്ഷേ അള്ളാഹു ഒന്നിലും ആശ്രയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാ അൽ ഫർഖു ബൈന കലാമില്ലാഹി വ കലാമിന. അള്ളാഹു തആലയുടെ സംസാരവും നമ്മുടെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയേണ്ടത്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വ അന്ന കലാമഹു ലാ യുഷ്ബിഹു കലാമന ഫ ഇന്നഹു മഖ്ലൂഖുൻ ഫീന വ ബിവാസിതത്തി ആലത്തിൻ മിൻ ഫമിൻ വ ലിസാനിൻ വ ഷഫത്തൈനി വ കലാമുഹു തആല ലൈസ കദാലിക. അതായത് നിശ്ചയമായിട്ടും അള്ളാഹുവിൻ്റെ സംസാരം നമ്മുടെ സംസാരത്തോട് സാദൃശ്യമാവുകയില്ല. നമ്മുടെ സംസാരം വായ, നാക്ക്, 2 ചുണ്ട് എന്നീ ഉപകരണത്തിൻ്റെ മാധ്യമത്തോടെയാണ്. അള്ളാഹുവിൻ്റെ സംസാരം അപ്രകാരമല്ല. നമുക്ക് സംസാരിക്കണമെങ്കിൽ നാക്ക് വേണം, ചുണ്ട് വേണം, എല്ലാം വേണം അല്ലേ? പല്ലില്ലാത്ത ഉമ്മമാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പല്ലില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അള്ളാഹു തആലയ്ക്ക് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? ഇനി അടുത്ത് നോക്കിയേ. വ ബൈന സംഇല്ലാഹി വ സംഇന. നമ്മുടെ കേൾവിയും അള്ളാഹു തആലയുടെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയേണ്ടത്. ലാക്കിൻ സംഅഹു തആല ലൈസ ക സംഇന ഫ ഇന്ന സംഅന ബിവാസിതത്തിൽ ഉദ്നി വ സംഅഹു തആല ലൈസ ബിവാസിതത്തി അയ്യി ഷൈഇൻ. നമ്മുടെ കേൾവി എങ്ങനെയാണ്? അള്ളാഹു തആലയുടെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല. നമ്മുടെ കേൾവി ചെവിയുടെ സഹായത്തോടെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവി ഒരു മാധ്യമത്തിൻ്റെയും സഹായത്തോടു കൂടി അല്ല. അപ്പോൾ ഈ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാദിസു, പാഠം 6, അൽ മലായിക്ക. മലക്കുകളുടെ പാഠമാണ്. നമുക്ക് നോക്കാം. അജിബ് മിമ്മ ഖലഖ അല്ലാഹുൽ മലായിക്ക. അല്ലാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഖലഖഹും മിൻ നൂർ, പ്രകാശത്താലാണ് അവരെ സൃഷ്ടിച്ചത്. അടുത്തത് കം മലക്കൻ യജിബു അലൈന മഅരിഫതഹും തഫ്സീല. വിശദമായി അറിയൽ നിർബന്ധമായത് എത്ര മലക്കുകളാണ്? എത്ര മലക്കുകളെ കുറിച്ചാണ് നമ്മൾ വിശദമായി അറിയുന്നത്? വയജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാകും. മഅരിഫത്തു അഷ്റത്തിൻ മിൻഹും തഫ്സീല, അതായത് അവരിൽ നിന്ന് 10 മലക്കുകളെ കുറിച്ച് വിശദമായി അറിയാൽ നമുക്ക് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈതി ബി ഖംസത്തി ഔസാഫിൻ മിൻ ഔസാഫിൽ മലായിക്ക. 5 മലക്കുകളും അവരുടെ ജോലികളെയും കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വേണമെങ്കിൽ താഴത്തെ ഉത്തരം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് 5 മലക്കുകളെ സെലക്ട് ചെയ്ത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മലക്കുകളെക്കുറിച്ചും മലക്കുകളുടെ ജോലിയെക്കുറിച്ചും 10 പേരുടെയും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വേണമെങ്കിലും എഴുതാം. താഴെ നോക്കിയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് യോജിപ്പിക്കേണ്ടി വരും. നോക്ക്. സബ് കുല്ല ബിമ യുനാസിബുഹു. അനുയോജ്യമായത് തമ്മിൽ യോജിപ്പിക്കാനാണ്. ഞാനിവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ യോജിപ്പിക്കുക. അത് നേരെയായിട്ട് ഈ ചോദ്യത്തിനുത്തരവും എഴുതുക. നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? സാഹിബുൽ വഹയ്യ്. വഹയ്യ് എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്. മലക്കുകളുടെ പേര് കേട്ടാൽ എന്ത് പറയണം? അലൈഹിസ്സലാം എന്ന് പറയണം കേട്ടോ. അടുത്തത് മീകായിൽ അലൈഹിസ്സലാം. എന്താണ് ജോലി? സാഹിബുൽ മത്വർ. മഴയുടെ ചുമതല അല്ലേ? അടുത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, സാഹിബ് സൂർ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോകവും ഇതിലുള്ള സർവ്വ വസ്തുക്കളും നശിച്ചു പോകും അല്ലേ? അടുത്ത എന്താണ്? ഇസ്രായേൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത്. ആരാണ് അദ്ദേഹം? മൗത്തിൻ്റെ മലക്കാണല്ലേ. ജീവികളുടെ റൂഹിനെ പിടിക്കുന്ന ചുമതലയാണ് ഇസ്രായേൽ അലൈഹിസ്സലാമിന്. അടുത്തത് മുൻകർ വനക്കീർ അലൈഹിമസ്സലാം. 2 മലക്കുകളുണ്ട്. അവരുടെ ജോലി എന്താണ്? സുആലുൽ ഖബർ, ഖബറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചുമതലയാണ്. അടുത്തത് റഖീബ് വഅതീദ് അലൈഹിമസ്സലാം. റഖീബ് അലൈഹിസ്സലാമിൻ്റെയും അതീദ് അലൈഹിസ്സലാമിൻ്റെയും ജോലി എന്താണ്? കിതാബത്തു അഅ്മാലിൽ മുക്കല്ലഫീൻ. ജനങ്ങളുടെ
പ്രവർത്തികളെ എഴുതി വയ്ക്കൽ അല്ലേ, നന്മ തിന്മകളായി തരം തിരിച്ച് എഴുതലാണ് അവരുടെ ചുമതല. അടുത്ത മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? ഖാസിനുന്നാർ, നരകത്തിൻ്റെ ചുമതല. റിളവാൻ അലൈഹിസ്സലാം ഖാസിനുൽ ജന്ന, സ്വർഗത്തിൻ്റെ ചുമതല. അപ്പോൾ ഉത്തരങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇത് വേഗം തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗങ്ങളുടെ വീഡിയോയുമായി മറ്റൊരു ദിവസം കാണും വരെ മഅസ്സലാമ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.